ഹായ്, സ്കോർ സെർച്ച് സീരീസിന്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു കാലം നല്ല പനിയൊക്കെ പിടിച്ചൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയി, അതുകൊണ്ട് വരാനൊന്നും പറ്റിയില്ല. നമുക്ക് ഇനി ഒരു 10-25 ദിവസം ബാക്കിയുള്ളൂ. 25 കൃത്യമായിട്ട് ഇല്ല ശരിക്കും പറഞ്ഞു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു 15 ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് എങ്ങനെ പെട്ടെന്ന് ഈ പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടാമെന്നുള്ള രൂപത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നല്ലോണം ഡെഡിക്കേറ്റ് ചെയ്യാം. ഇതിനു മുമ്പുള്ള 2 പാർട്ടും കാണുക. ഓക്കെ, അപ്പൊ ഇനി ഇതൊരു കുറച്ചധികം സീരീസ് വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് അല്ല, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, 1857 വിപ്ലവവും നേതാക്കളും ഒന്നോ രണ്ടോ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നില്ലെങ്കിൽ അതൊരു ചേരുംപടി രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ 1857 വിപ്ലവവും നേതാക്കളും. ഝാൻസിയിൽ ആരായിരുന്നു വിപ്ലവത്തിന്റെ നേതാവ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ലോണം അറിയാം. ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും ആയിരുന്നു. ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും ആയിരുന്നു ഡൽഹിയിൽ. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് ആയിരുന്നു കാൺപൂരിൽ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയായിരുന്നു. മൗലവി അഹമ്മദുള്ളയായിരുന്നു ഫൈസാബാദിൽ ഉണ്ടായിരുന്നത്. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. റാണി ലക്ഷ്മിബായി ആയിരുന്നു ഗ്വാളിയോറിൽ. ലക്ഷ്മിബായി ഒറ്റയ്ക്കായിരുന്നില്ല, താന്തിയോ തോപ്പി സഹായത്തിനായിട്ട് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ലക്നൌവിലോ? ലക്നൌവിലും ആഗ്രയിലും ബീഗം ഹസ്രത് മഹൽ ആണ് കേട്ടോ. റാണി ലക്ഷ്മിബായിനെ പോലെ തന്നെ ഒരു ധീര വനിതയായിരുന്നു ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുന്നത്. ഓക്കെ, വാജിദ് അലി ഷാ എന്ന് പറഞ്ഞിട്ടുള്ള അവധിലെ രാജാവിന്റെ പത്നിയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. അപ്പം ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി. ഡൽഹിയില് ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും. കാൺപൂരിലെ നാനാ സാഹിബ് ആയിരുന്നു. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയായിരുന്നു. ഗ്വാളിയോറില് റാണി ലക്ഷ്മിബായും താന്തിയോ തോപ്പിയുമായിരുന്നു. ലക്നൗ, ആഗ്ര എന്നീ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ബീഹാർ ജഗദീഷ്പൂർ എന്ന സ്ഥലങ്ങളിൽ കൻവർ സിംഗ് തന്നെയായിരുന്നു. ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ് ആയിരുന്നു. ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. ഖാൻ ബഹദൂർ ഖാൻ എവിടെയായിരുന്നു? ബറേലി. ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. അലഹബാദിലെ ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു കേട്ടോ. അലഹബാദിൽ ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു. ഇത് ഞങ്ങളൊക്കെ അതായത് PSC പഠിച്ചു തുടങ്ങി 1-2 വർഷങ്ങളൊക്കെ ആയവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇത് കിട്ടും. ആ ലെവലിലേക്ക് നിങ്ങളും വരണം. ഓക്കെ, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ PSC പരീക്ഷയിലും ഡിഗ്രി ലെവൽ വരെ ഉള്ള എല്ലാ PSC പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരെണ്ണം പോലും തെറ്റരുത് കേട്ടോ. കലാപം അടിച്ചമർത്തിയവർ ആരൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് നമുക്കൊന്ന് നോക്കി വെക്കണം. ഡൽഹിയിലെ ജോൺ നിക്കോൾസൺ ആയിരുന്നു. ജോൺ നിക്കോൾസൺ, ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജോൺ നിക്കോൾസണും പിന്നെ ഹഡ്സണും ആണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ ജോൺ നിക്കോൾസൺ, ഹഡ്സൺ, ഇങ്ങനെ 2 പേരാണ് ഉണ്ടായിരുന്നത്. കാൺപൂരിലെ ഹാവ്ലോക്കും ക്യാമ്പലും, കോളിൻ ക്യാമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും ഹാവ്ലോക്കും ആണ് കാൺപൂരിൽ കലാപം അടിച്ചമർത്തിയത്. ഝാൻസിയിലെ ഹ്യൂഗ്രോസ് ആയിരുന്നു. ഇദ്ദേഹമാണ് കലാപകാരിലെ ഏക പുരുഷൻ എന്നൊക്കെ ഝാൻസി റാണീനെ വിശേഷിപ്പിച്ചതൊക്കെ. ലക്നൌവില് ക്യാമ്പൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ലക്നൌവില് ക്യാമ്പൽ, ഝാൻസിയില് ഹ്യൂഗ്രോസ്, കാൺപൂരില് ഹാവ്ലോക്ക്, ക്യാമ്പൽ, ഡൽഹിയില് ജോൺ നിക്കോൾസൺ, ഹഡ്സൺ. ഓക്കെ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഇത് എല്ലാ പരീക്ഷയ്ക്കും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നോക്കാതെ പോകുന്നത് വലിയ നഷ്ടമായിരിക്കും. ഓക്കെ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. സ്നേഹപൂർവം പദ്ധതി, അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. എന്താണ്? സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച അച്ഛനും അമ്മയും ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ നോക്കാൻ ആളില്ലാത്തവർക്കുമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. മിഠായി പദ്ധതി, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഠായി പദ്ധതി. ശരണ്യ, വിവാഹമോചിതരായ വിധവകളോ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളോ അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരെ, ഇങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. കാശ് കൊടുക്കുന്ന പദ്ധതിയല്ല. എന്ത് പദ്ധതിയാണ്? സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം തൊഴിൽ പദ്ധതി. ഓക്കെ, മിഠായി പദ്ധതി എന്തായിരുന്നു? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ചികിത്സ കൊടുക്കുന്നതാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം മിഠായി അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. സ്പെക്ട്രം,
ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഓക്കെ, സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുകൃതം. ഓക്കെ, സുകൃതം എന്ന പദ്ധതി എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുകൃതം. പിന്നെ KASP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് കൊടുക്കുന്ന ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് കാരുണ്യ എന്ന് പറഞ്ഞ ലോട്ടറിയിലൂടെയാണ് ധനസമാഹരണം നടത്തുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അമൃതം. ഓക്കെ, നിങ്ങൾക്കറിയാലോ, പാലാഴി കടഞ്ഞ് അമൃതം എടുത്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ അമൃത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അമരത്വമാണ്, ഒരു തരത്തിലുള്ള രോഗവും വരത്തില്ല, മരണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃതം എന്ന് ആലോചിച്ച് വെക്കുക, ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, എന്നാലും ഇതൊക്കെ തലയിൽ വരത്തുള്ളൂ. ഒരുപാട് പദ്ധതികളുണ്ട്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സുസ്ഥിര വികസനത്തിനായിട്ട് അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നറിയാമോ? ആ പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. കേട്ടോ, ബാലമിത്ര. അടുത്തത്, ക്വിറ്റ് ലൈൻ. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ എന്ന് പറയുന്നത്. പുകവലി ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ. ആശാധാര എന്താണ്? ആശാധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഫീലിയ രോഗികൾക്കായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. കേട്ടോ, ആശാധാര ഹീമോഫീലിയ രോഗികൾക്കായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. നമ്മളുടെ ഈ ഹീമോഫീലിയ ഒക്കെ ആകുമ്പോൾ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരധാരയായിട്ട് രക്തം പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ആശാധാരനെ കണക്ട് ചെയ്ത് വെക്കാം. ഉഷസ്, നഗരങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചേരി പ്രദേശത്തിനെ മനസ്സിലോട്ട് കൊണ്ടുവരാം, അവിടെ ഒരു സൂര്യൻ ഉദിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാം. അപ്പൊ ഉഷസ് ഇങ്ങനെ പിക്ചർ വൈസ് തലയിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ വെച്ച് ഓർമ്മ വരും. ഉഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്നേഹപൂർവ്വം, HIV ബാധിതരുടെ മക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. ഓക്കെ, ഹൃദ്യം, ജന്മനാ ഹൃദയരോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. നിങ്ങൾക്കറിയാം, ഈ പേരുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്ന സംഭവമാണ്. ജീവൻ രേഖ, ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ, രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോ ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന കേരള സർക്കാർ പദ്ധതി ജീവൻ രേഖ. ഓക്കെ, ജീവൻ രേഖ. മിഴി പുനർജ്യോതി, കാഴ്ച പരിമിതർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രത്തിന്റെ പേരാണ് പുനർജ്യോതി എന്ന് പറയുന്നത്. അടുത്തത് മിഴി, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നൽകുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. ആയുർദളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. സ്വാന്തനം, കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സ്വാന്തനം. ഓക്കെ, നയനാമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമേഹ അനുബന്ധ നേത്രപടലങ്ങൾ, പ്രമേഹ അനുബന്ധമായിട്ട് നേത്രപടലങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആയിട്ടുള്ള പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. രാരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പദ്ധതികൾ. ഇത് നല്ലോണം ഒന്ന് നോക്കി വെച്ചേക്കാം. മറ്റൊന്ന്, അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ ശരീരവും പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഈ ഒരു ടേബിൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ശ്വേത രക്താണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിരോധ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ രക്തത്തിലെ രക്താണുക്കളാണ്. ഈ ശ്വേത രക്താണുക്കൾ തന്നെ എന്തായിട്ടൊക്കെ ഉണ്ട്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിങ്ങനെ പലതായിട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഓരോ പലതരത്തിലുള്ള ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പഠിക്കണം. ന്യൂട്രോഫിൽ എങ്ങനെയാണ്? ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നവയാണ് ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടിനെ എന്താ പറയാ?
ഫാഗോസൈറ്റോസിസ് എന്ന് പറയും. അത് നിങ്ങൾ പഠിക്കുന്നതാണ്. നമ്മൾ അത് മുഴുവൻ പഠിക്കുന്നില്ല. ഈ ജസ്റ്റ് ഈ ഒരു ടേബിൾ, ഏറ്റവും പ്രധാനപ്പെട്ട ടേബിൾ മാത്രം പഠിക്കുകയാണ്. നല്ല മഴയുണ്ട്, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് കാണും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നെക്സ്റ്റ് ഇസ് ബേസോഫിൽ. ബേസോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴൽ വികസിപ്പിക്കുന്നു. നിങ്ങൾ സിനിമ നടൻ ബേസിൽ ജോസഫിൽ ഒന്ന് ആലോചിക്കുക. പുള്ളി എല്ലാവരെയും നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസ്നോഫിൽ അന്യവസ്തുക്കൾ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അതായത് പുറത്തുനിന്നുള്ള വേറെ അന്യവസ്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണം വെച്ചാൽ നീര് വെക്കുക. ഓക്കെ, എവിടെയെങ്കിലും പോയി തട്ട് മുറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീർത്ത് വരുന്നത് കണ്ടിട്ടുണ്ടോ? നീര് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കളും ഈ ഈസ്നോഫില് ഉണ്ടാക്കും. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. ഓക്കെ, ലിംഫോസൈറ്റ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും. ഓക്കെ, മോണോസൈറ്റും ബാക്കി എല്ലാവരും ഇങ്ങനെ നശിപ്പിക്കില്ല, കാടടച്ച് വെടിവെക്കലാണ്. ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഓരോ രോഗാണുക്കളെയും ഇത് നമുക്ക് കോൾഡ് ഉണ്ടാക്കുന്നതാണ്, അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് നമ്മുടെ ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്കോർ സർജ് സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക്സ്. നന്നായി പഠിക്കുക. 10th പ്രിലിംസ് ഇനി അധികം ദിവസമൊന്നുമില്ല, എല്ലാവരും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.